മുടി പിന്നെയും ഉഴപ്പി. സോ ഹലോ മച്ചന്മാരെ, മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കഴിഞ്ഞ വീഡിയോ, അതായത് നമ്മുടെ ഏറ്റവും അവസാനത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വീഡിയോയുടെ ഏറ്റവും അവസാനമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്ത വീഡിയോയിൽ എംഐയുടെ ലാപ്പ് അൺബോക്സ് ചെയ്യുന്നു. സോ ഇന്നത്തെ വീഡിയോ അത് തന്നെ ആയിക്കോട്ടെ. ഇന്ന് നമ്മൾ എംഐയുടെ ലാപ്പാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് എംഐയുടെ നോട്ട്ബുക്ക്. നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് എടുത്തിരിക്കുന്നത് ഓക്സിജൻ ഡിജിറ്റൽസിൽ നിന്നാണ്. അപ്പം ഇത് നാഗമ്പടത്തുള്ള ഓക്സിജൻ ഷോപ്പിൽ നിന്നാണ് ഞാൻ എടുത്തത്. നല്ല ഡീലിംഗ് ആണ്. സോ നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഓക്സിജനെ കുറിച്ച് പറയാം. സോ അവിടെ ചെന്നിട്ട് ഞാൻ പ്രോഡക്ട്സുകളൊക്കെ എടുത്തപ്പോൾ നല്ലൊരു ഡീലിംഗ് ആണ് അവർ ഞാനുമായിട്ട് ചെയ്തത്. സോ നല്ലൊരു ഡീലിംഗ്, അതായത് നമ്മൾ ക്യാമറയായിട്ടൊക്കെ അവിടെ ചെല്ലുമ്പം തന്നെ അവർ ആ ഒരു രീതിയിൽ നമ്മളോട് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് അവർ ഇടപെടുന്നുണ്ടായിരുന്നു. എനിവേ നല്ലൊരു ഷോപ്പാണ്. നിങ്ങളും അവിടെ പോയിട്ട് മാക്സിമം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. സോ അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞ് തീർപ്പിക്കാതെ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോകാം. മച്ചന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എംഐ റീസെൻ്റ്ലി ഇറക്കിയിട്ടുള്ള നമ്മുടെ എംഐയുടെ നോട്ട്ബുക്ക് എന്ന് പറയുന്ന സീരീസിൽ എംഐ നോട്ട്ബുക്ക് ഹോറിസോൺ എന്ന് പറയുന്ന ഒരു സീരീസും വരുന്നുണ്ട്. സോ നമുക്ക് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയാം. ആദ്യം നമുക്ക് ഈ ഒരു ലാപ്പിൻ്റെ, അതായത് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലാപ്പിൻ്റെ സ്പെക്കും ഏതൊക്കെ തരം റാം വേരിയൻറ്റുകളിലാണ് ഈ ഒരു ലാപ്പുകൾ വരുന്നതെന്നും ഇതിൻ്റെ കളർ വേരിയൻസും പിന്നെ ഹൊറിസോണിൻ്റെ ആ വിശേഷങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. എല്ലാം കൂടെ പറഞ്ഞ് വീഡിയോ കുളവാക്കുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് എംഐ നോട്ട്ബുക്കിൻ്റെ 14 സിൽവർ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ലാപ്പിനകത്ത് എന്തൊക്കെ സ്പെക്കുകളാണ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ലാപ്പിൻ്റെ സ്പെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8GB റാം പ്ലസ് 512, അതായത് 512 GB ഒരു SSD ആണ് വരുന്നത്. SSD ആയതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ബൂട്ട് ചെയ്യാനും ഈ ഒരു ലാപ്പിന് കഴിയും. നിങ്ങളിപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ ജസ്റ്റ് ആ ഒരു എംഐയുടെ ബാഡ്ജിങ് വന്നതിന് ശേഷം നേരെ ലോക്ക് സ്ക്രീനിലോട്ടായിരിക്കും ലാപ്പ് ഓണായി വരിക. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ബൂട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് SSD ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഹാർഡ് ഡിസ്കിനെക്കാളും. സോ നമുക്കിതിൻ്റെ റാമിനെ കുറിച്ച് പറഞ്ഞാൽ 8GB റാമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ നോട്ട്ബുക്ക് എംഐയുടെ നോട്ട്ബുക്ക് സീരീസ് വരുന്ന എല്ലാ ലാപ്പുകൾക്കും ഒരേ വേരിയൻസ് ആണ് വരുന്നത്. റാം വേരിയൻറ്റ് 8GB തന്നെയാണ്. അതുപോലെ തന്നെ ഇൻ്റൽ കോറിൻ്റെ i5 10th Gen ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ മുന്നിൽ ഈ കാണുന്ന ലാപ്പിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ UHD ഗ്രാഫിക്സ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വെബ് ക്യാം ബണ്ടിൽഡ് വെബ് ക്യാമാണ്. സോ നമുക്ക് ഇതിനകത്ത് ഇൻബിൽഡ് വെബ് ക്യാം വരുന്നില്ല. കാരണം ഇൻബിൽഡ് വരാത്തതിൻ്റെ കാരണം ഇതിൻ്റെ ബസൽസുകൾ തീരെ ചെറുതാണ്. പിന്നെ അതേപോലെ തന്നെ ഭയങ്കര തിന്നാണ്. അതുകൊണ്ട് തന്നെ ക്യാമറ വെക്കാനുള്ളൊരു സ്പേസ് അകത്ത് കാണില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും കമ്പനി ബണ്ടിൽഡ് വെബ് ക്യാം ഇതിൻ്റെ ഉള്ളിൽ തരുന്നത്. എന്നാൽ കൂടി മാക്സിമം ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല വെബ് ക്യാമിൻ്റെ ക്വാളിറ്റി. നോർമലി ലാപ്പുകളിലൊക്കെ വരുന്ന രീതിയിലുള്ള വെബ് ക്യാമിനെക്കാട്ടിലും കുറച്ചും കൂടെ ക്വാളിറ്റി കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാലും സാരമില്ല, ഞാൻ വെബ് ക്യാം ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കത് വിഷയമുള്ള കാര്യമല്ല. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് ഗെയിമേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് നോർമലി വേറെ വെബ് ക്യാം മേടിച്ച് വെക്കാം. സോ അതിൻ്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂ വേണ്ട. സോ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറഞ്ഞാൽ
MX 250 2GB ഗ്രാഫിക്സ് കാർഡാണ് ഇതിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ റാം സ്ലോട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് എന്താ പറയുക, ഈ ഒരു 8GB എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റാം അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അല്ലാണ്ട് ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് നമുക്ക് റാം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു സ്ലോട്ട് വരുന്നില്ല. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ മോഡൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1901DG എന്നാണ് ഈ ഒരു മോഡൽ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡലിൻ്റെ ഇത് വരുന്നത്. സോ ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ ബെസൽസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡിസ്പ്ലേ ബെസൽസുകൾ വരുന്നത് വളരെ തിന്നാണ്. പിന്നെ താഴോട്ട് വരികയാണെങ്കിൽ കുറച്ച് ഏരിയ അവിടെ MIയുടെ ബാഡ്ജിങ്ങിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് നമുക്ക് ഈ ലാപ്പിൽ കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ടിലാണ് ഇതിൻ്റെ MI എന്ന് പറയുന്നത് ബാഡ്ജിങ് വരുന്നത്. ബാക്കിലായിട്ട് വരുന്നില്ല. ബാക്കിലായിട്ട് ഒരു ലോഗോയും വരുന്നില്ല. PUBG എന്താ പറയുക ലൈറ്റ് വെർഷൻ, അതായത് PC ലൈറ്റ് വെർഷൻ ഞാൻ കളിച്ചിട്ട് എനിക്ക് ഒട്ടും തന്നെ ലാഗ് ഫീൽ ചെയ്യണില്ല. നല്ലൊരു ഗ്രാഫിക്സ് എക്സ്പീരിയൻസും ഒക്കെ തന്നെയാണ് ഈ ഒരു ലാപ്പിനകത്തോടെ എനിക്ക് ലഭിക്കുന്നത്. സോ MIയുടെ സൈറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഫ്രീ ഡെലിവറിയാണ്. നമ്മൾ അടുത്തടുത്ത കടകളിലേക്ക് ചെല്ലുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഡെലിവറി ചാർജും കൂടെ കൂട്ടിയാൽ തോന്നുന്നു ഒരു 2000-3000 രൂപയും കൂടെ കൂട്ടി മേടിക്കും. എന്തായാലും കൊള്ളാം, നൈസാണ്. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനിലേക്ക് ഇടുക. എന്നാൽ മാത്രമേ ഞാൻ അന്നിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലെ നോട്ടിഫിക്കേഷൻ പാനലിൽ തത്സമയം ലഭിക്കത്തുള്ളൂ. സോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും കൂടെ ഷെയർ ചെയ്യുക. കാരണം അവർക്കും കൂടി ഈ ഒരു എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടും, ഇല്ലെങ്കിൽ അവരുടെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടും. സോ നിങ്ങളൊരു പുതിയ തരം ലാപ്പും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു ലാപ്പ്, നിങ്ങളെല്ലാം ഒരു വ്ളോഗറാ ഒരു യൂട്യൂബറാണ്, എനിക്ക് പ്രീമിയർ പ്രോ യൂസ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള താല്പര്യം, അല്ലെങ്കിൽ അഡോബിൻ്റെ കുറേ പ്രോഗ്രാംസൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക ആ ഒരാൾക്ക് ഈ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ലാപ്പാണ്. ബെസ്റ്റ് ലാപ്പാണ്. ട്രാവലിങ്ങിനായാലും എല്ലാത്തിനും പക്ക ലാപ്പ് തന്നെയാണ്. ഇത് ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഈ ഒരു ലാപ്പിൽ നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. നോർമലി ഞാൻ MIക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക പുഷിങ് കൊടുക്കാതെയാണ്. ബട്ട് ഈ ഒരു ഇത് കണ്ടിട്ട് എനിക്കാണെങ്കിൽ കിളി പോയിരിക്കുകയാണ്, എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. നല്ലൊരു ഡിസ്പ്ലേ ആണ്. എനിക്ക് ഈ ഒരു ലാപ്പിൻ്റെ ഡിസ്പ്ലേ ആണ് പക്കയായിട്ട് ഇഷ്ടപ്പെട്ടത്. സോ പറഞ്ഞ് വീഡിയോ ഫ്രണ്ടിലോട്ട് പോകണുണ്ട് എന്ന് എനിക്കറിയാം. സോ നമുക്ക് ജസ്റ്റ് ഞാൻ എല്ലാ പ്രാവശ്യവും അവസാനം കാണിക്കുന്ന പോലെ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങൾ കാണുന്ന ഈ ഒരു സ്ക്രീൻഷോട്ട് ഫുള്ള് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്ത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. അല്ലെങ്കിൽ ഞാൻ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസും ചെയ്യാം. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബാക്കി ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരുമായിരിക്കും. ഇറ്റ്സ് മീ ആശിഷ് ടെക്കി. ടൈം ടു വൈൻഡ് അപ്പ് ദി ഷോ ആൻഡ് ബൈ ബൈ.